നമസ്കാരം, എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവനകൾ അയച്ചു തരിക. നിങ്ങളുടെ ഓരോ ചെറിയ പൈസയും ഞങ്ങളെ സംബന്ധിച്ച് വലിയ സംഭാവനയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാനൊരു അവസരമുണ്ട്, മെമ്പർഷിപ്പ് എടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഇതിൽ വരും. എല്ലാവരുടെ വിഷയങ്ങളും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഗാലറിയിൽ പോയി പല വീഡിയോകൾ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഇതിൻ്റെ ജോയിൻ ബട്ടണിൽ അമർത്തിയാൽ നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ ജോയിൻ ബട്ടൺ അമർത്തിയാൽ 89 രൂപ നിങ്ങൾക്ക് അടയ്ക്കുവാനും ഞങ്ങളോടൊപ്പം വന്നൊരു സിൽവർ, അതായത് ഒരു സാധാരണ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയും. ഒരു 199 രൂപ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയാൽ ഗോൾഡ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. 1499 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഡയമണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. 1999 രൂപ അടച്ചാൽ. അപ്പോൾ എല്ലാവരും ഒരു ഡയമണ്ട് മെമ്പർഷിപ്പ് എടുക്കണം. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ഗോൾഡൻ മെമ്പർഷിപ്പ് എങ്കിലും എടുത്ത് ഞങ്ങളെ സഹായിക്കുക. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ 89 രൂപയുടെയെങ്കിലും 1 രൂപ പോലും ഞങ്ങൾക്ക് വലുതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക. വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. അതായത് ഒരു സ്കൂളിൽ, പ്രത്യേകിച്ച് ഐത്തിയൂർ കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണഗീതം, പരമപവിത്രമാവി മണ്ണിൽ എന്നൊരു ഗണഗീതം 6 പെൺകുട്ടികൾ പാടി. ആഗസ്റ്റ് 15-നാണ്. അപ്പോൾ അത് വളരെ രസകരമായൊരു പാട്ടാണ്, ഒരു ദേശസ്നേഹം ഉണർത്തുന്നൊരു പാട്ടാണ്. നമ്മൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യ ഗീതം പാടിയിട്ടുണ്ട്. നമ്മുടെ സുഗതമ്മ ടീച്ചറിൻ്റെ അച്ഛൻ എഴുതിയിട്ടുള്ള പാട്ടൊക്കെ വളരെ ഗൗരവമായി നമ്മൾ പാടിയിട്ടുള്ളവരാണ്. അപ്പോൾ ധാരാളം ദേശഭക്തി ഗാനങ്ങൾ പാടുന്നവരാണ്. ഇത് ഈ ഒരു RSSൻ്റെ ഗണഗീതമായിട്ടുള്ള അവരുടെ ശാഖകളിൽ പാടുന്നൊരു പാട്ട്, പരമപവിത്രമാമി ഈ മണ്ണിൽ എന്ന് പറയുന്ന പാട്ട് 6 പെൺകുട്ടികൾ ഈ സ്കൂളിൽ പാടി. പക്ഷെ പാടിയതൊന്നും വലിയ വിവാദമൊന്നും ആയില്ല. പക്ഷേ RSSകാർ ഇതിനെടുത്ത്, നമ്മളങ്ങനെയാണല്ലോ, ഈ നാട്ടിൽ നല്ലതും ചീത്തയായ പലതും നടക്കും. പക്ഷേ വേറെ കുറേ ചേട്ടന്മാരിറങ്ങി അതിനെ നാശക്കോട്ടയാക്കുക. അത് ഏത് വിഷയമായാലും സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് അത് നമ്മളുടെ ആണെന്ന് പറഞ്ഞ് അങ്ങോട്ടാണെന്ന് പറഞ്ഞ് അതിനെ നശിപ്പിക്കും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വിഷയം. എന്തായാലും RSSകാരുടെ ഏതോ ടീം എടുത്ത് അതിനെ അവരുടെ ഗ്രൂപ്പിലിട്ടു. ഉടൻ തന്നെ ലീഗിൻ്റെയും DYFIയുടെയും കോൺഗ്രസിൻ്റെയും സുഹൃത്തുക്കളായിട്ടുള്ളവർ അത് കണ്ടു. അവർ ഉടനെ തന്നെ, കാരണം എല്ലാവരും ചെയ്യുന്നത് എന്താണ്, തൻ്റെ കൂടെയുള്ള പാർട്ടിക്കാരുടെ ഗ്രൂപ്പിലല്ല കയറി നിൽക്കുന്നത്, എതിരാളിയുടെ ഗ്രൂപ്പിലാണ് ആടായി നിൽക്കുന്നത്. കാരണം അവൻ എന്ത് പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ കണ്ടു, അത് വിവാദമായി. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഇടപെട്ട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഒരു പാട്ട് പാടി, എത്രയോ പാട്ട്, സ്കൂളല്ലേ, അമ്പലമൊന്നും അല്ലല്ലോ, ക്ഷേത്രവും പള്ളിയൊക്കെ ആണെങ്കിൽ അവിടെ വിശ്വാസത്തിൻ്റെ സ്ഥലമുണ്ട്. ഇവിടെ ഒരു ഗാനം പാടി 6 പെൺകുട്ടികൾ, ഇതാ പെൺകുട്ടികളും വെട്ടിൽ വീണിരിക്കുകയാണ്. അവർ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നോക്കിയപ്പോൾ ഒരു രാഷ്ട്രസ്നേഹത്തിൻ്റെ പാട്ട് കേൾക്കുന്നു. അതാരുടെ പാട്ട് എന്ന് നോക്കാതെ അവരടുത്ത് പാടിയതായിരിക്കാം. പക്ഷേ അങ്ങനെ പാടിയവർക്കും ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ, രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, അതൊരു മുസ്ലിം നാമധേയമുള്ള ആലത്തിയൂർ കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയുടെ പേരിലുള്ള സ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. എന്നിട്ടും അവിടെ ഈ പാട്ട് പാടിയിരിക്കുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാടിയപ്പോൾ ആർക്കും ഒന്നും തോന്നിയില്ല, ഒരു മുസ്ലിംസും ബഹളം ഉണ്ടാക്കിയുമില്ല. പക്ഷേ പിന്നെയാണ് ഈ തല്ലും അടിയും. കണ്ടുകൊണ്ട് നിന്നവർക്കാണ് പ്രശ്നം, കേട്ട് നിന്നവർക്കാണ് പ്രശ്നം. അല്ലാതെ അവിടെ കേട്ടവർക്കാർക്കും ഒരു പ്രശ്നമില്ല. ഇതൊരു ശരാശരി മലയാളിയുടെ അസുഖമാണ്. നമ്മൾ എല്ലാ കാര്യത്തിനെയും വിവാദമാക്കി, തർക്കമാക്കി, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അതിൽ എന്തെങ്കിലും ആനന്ദം കിട്ടുമോ എന്ന് നോക്കുന്ന ഒരു സമൂഹമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എങ്ങനെയാണ് എതിരാളിയുടെ, അല്ലെങ്കിൽ നമുക്കിഷ്ടമല്ലാത്തൊരു പോസ്റ്റിനെതിരെ ട്രോളുക, കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കൾച്ചർ നമ്മൾ അവസാനിപ്പിക്കണം. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് പാടട്ടെ, ഇഷ്ടമുള്ളത് കഴിക്കട്ടെ, ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ. അതിനാണ് നമുക്ക് ഭാരതത്തിൽ നിൽക്കുന്നത് സ്വാതന്ത്ര്യം. കൃത്യമായി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം.